കോഴിക്കോട് ഫറോക്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി അസം സ്വദേശി പ്രസംജിതാണ് ചാടിപ്പോയത്. കൈവിലങ്ങുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. ഷബീർ ഒമറിന്റെ വിവരങ്ങൾ നൽകാൻ. ഷബീർ, ഇയാളെപ്പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇതുവരേക്കും സൂചനകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ചില പ്രദേശവാസികൾ, അതായത് ഈ സ്റ്റേഷന് തൊട്ട് പിറകിലടക്കമുള്ള ആളുകൾ ചിലർ ഇയാളെ കണ്ടു, ഇയാൾ നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ നിലയ്ക്ക് ചില പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഏതാണ്ട് 7:20 കൂടിയാണ് ഇയാളെപ്പോലെ, അതായത് പ്രസംഗത്തിന് സമാനമായ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയപ്പെടുന്നത്. ഒരു യുവാവാണ് ഈ സ്റ്റേഷന് തൊട്ട് പിറകിലുള്ള വഴിയിലൂടെ നടന്നു പോകുന്നത്. ഏതാണ്ട് 7:20 സമയത്തോടു കൂടി നടന്നു പോകുന്നത് കണ്ടു. അസ്വാഭാവികമായ ചില നീക്കം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ഈ യുവാവ് പറയുന്നത്. ശ്രദ്ധിച്ചപ്പോൾ ഇയാൾ കൈ മറക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ വിലങ്ങ് അണിയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരാൾ പറയുന്നു. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ചന്ത റോഡ്, അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിന് മുറ്റത്ത് കൂടെ നടന്നു പോകുന്നത് കണ്ടു എന്നും ആ വീട്ടിലുള്ള ആൾ പറയുന്നുണ്ട്. ഏതാണ്ട് 7:30 കൂടിയാണ് ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു, അസ്വാഭാവികമായി നടന്നു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അയാളുടെ തൊട്ടപ്പുറത്ത്, ഈ വീടിന് തൊട്ടപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടാണ്. പക്ഷെ നിലവിൽ അവിടെ ആരുമില്ല. ആ ഭാഗത്തേക്ക് ഇയാൾ പോയി എന്നാണ് ആ വീട്ടുകാരൻ പറയുന്നത്. തിരിച്ച് പോകുന്നത് കണ്ടിട്ടുമില്ല. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇയാളെ കണ്ടു എന്ന് പറയുന്ന ഭാഗങ്ങളിലും അതിനോട് തൊട്ടടുത്ത പ്രദേശങ്ങളിലുമെല്ലാം തന്നെ പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ചേർന്ന് പരിശോധന നടത്തുന്നുണ്ട്, തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ കാടുമൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, ഒപ്പം തന്നെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, വീടുകൾ, പണി നടക്കുന്ന വീടുകളടക്കം പോലീസും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്രതി എന്ന് പറയുന്നത് ആസാം സ്വദേശിയായിട്ടുള്ള പ്രസംജിത്ത് ആണ്. ഇന്ന് രാവിലെയാണ് ഇയാളെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിയെ പോകാൻ ശ്രമിച്ച കേസിലെ പ്രതി എന്ന നിലയ്ക്കാണ് പ്രസംജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബീഹാർ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടി, 14-കാരി, സ്കൂളിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നാണ് പ്രസംജിത്തിനെതിരെയുള്ള പരാതി. ഇതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് വൈദ്യ പരിശോധന പൂർത്തിയാക്കുന്നു. വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് സ്റ്റേഷനകത്ത് ബെഞ്ചിൽ ഇയാളെ ഇരുത്തിയിരുന്നു. ഈ സമയത്താണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ രക്ഷപ്പെട്ടത് എന്നാണ് പോലീസുകാർ പറയുന്നത്. ഈ സ്റ്റേഷന് പിറകിലുള്ള വഴിയിലൂടെയാണ് ഇയാൾ പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫറൂഖ് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ്. ഈ സ്റ്റേഷന് തൊട്ട് പിറകിലുള്ള വഴിയിലൂടെയാണ് ഇയാൾ നടന്നു പോയത് എന്നാണ് ദൃക്സാക്ഷികളുടെ, ഇയാളെ കണ്ടു എന്ന് പറയപ്പെടുന്നവരുടെയും ഒപ്പം തന്നെ പോലീസിന്റെയും അനുമാനം. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അത് പരിശോധിച്ച് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഏതാണ്ട് 7 മണിയോട് കൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടത്, സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതിക്കാനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വിശദാംശങ്ങളാണ് ഷബീർ ഒമർ നൽകിയത് കോഴിക്കോട് നിന്ന്.